നോക്കിയേ, അവർ പണിക്ക് പോകില്ല, റേഷൻ കടയിൽ പോകില്ല, കറണ്ട് ബില്ല് അടയ്ക്കില്ല. എത്ര സുഖമായിട്ട് അവർ പറന്ന് നടക്കണേ. എന്നാലേ ഈ ബൈബിളിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ. ഓഹോ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ അല്ലേ? അത് മത്തായി 10:15 അത് മാർക്കോ 4:20? 8:10. ആരുടെ? ഇപ്പൊ സമയം. കയ്യാടിയാലേ വായാടൂ. എന്തൂട്ട്? മനസ്സിലായില്ല അല്ലേ? അതായത് മേലനങ്ങി അധ്വാനിച്ചാലേ ആഹാരത്തിന് വകയുണ്ടാവൂ. അതുകൊണ്ടേ ആശാനെ പണിക്ക് പോകാൻ നോക്കി. പണി കളഞ്ഞിരുന്ന നാടകം എഴുതണ്ട. പണിക്ക് പോകുന്നില്ലേ? എടേ, ഒരു ദിവസം ലീവായി കഴിഞ്ഞ പിന്നെ അന്നേ ദിവസം പണിക്ക് പോവാൻ പാടില്ല എന്നുള്ള വിവരം നിനക്കറിയില്ലേ? പോരാത്തതിന് ഇന്ന് തിങ്കളാഴ്ച. അപ്പൊ ബാക്കിയുള്ള ദിവസമോ? അങ്ങനെ പറയരുത് എൽസമ്മ. ഇപ്പോഴത്തെ പണി എന്തിനു കൊള്ളാം. നോ സ്റ്റാൻഡേർഡ് ജോബ്. പലിശക്കാരൻ ജെയിംസ്, ഇൻസ്റ്റാൾമെന്റ് രാജു, പാൽക്കാരൻ അന്തോണി, ചിട്ടിക്കാരി സൂസന, ഇവരൊക്കെ ആഴ്ച അവസാനം വീട്ടിൽ വന്ന് നോൺ സ്റ്റാൻഡേർഡ് ആകുന്നതിലും ഭേദമല്ലേ ചേട്ടൻ നോൺ സ്റ്റാൻഡേർഡ് ജോബ് ചെയ്യുന്നത്? ചെന്നിക്കുത്തും കുഴിനകം പിന്നെ ഞാൻ സഹിക്കും. പക്ഷെ നിന്റെ ഈ പണിക്ക് പോവാൻ പറയണ ആജ്ഞാപിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് ഒട്ടാണ്ട് സഹിക്കാനില്ല. ചട്ടമുള്ള കയ്യില് അപ്പൊ കോഴിക്കറി ആയിരിക്കും അല്ലേ? കോഴിക്കറി ഇത് ഞാൻ പൂച്ചേനെ തന്നെ എടുക്കാണ്ടാ. പൂച്ചയാണെങ്കിൽ ഉറപ്പാ. ഇന്ന് മീൻകറി തന്നെ. ഏതാ മീൻ? തിരുതയാ? മോളെ എൽസോ, ഇന്നലത്തെ ചെമ്മീൻ ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാവില്ലേ? എനിക്ക് അത് മതി. എന്തിനാ അത്ര പേർക്ക് ആർഭാടം? ഒരു ഇത്തിരി കഞ്ഞി കുടിക്കാൻ. വെട്ടുപോത്തിനോട് വേദോതിയിട്ട് ഒരു കാര്യമില്ല. എൽസമ്മ, എന്റെ ഒരു സിനിമ ഇറങ്ങട്ടെ, ലെവല് മാറും ഉറപ്പാ. നീ എഴുതി വെച്ചോ. ഓ, എന്തു നല്ല നടക്കാത്ത സ്വപ്നം. പൊന്നൂസേ, ഈ കൊച്ചത് എവിടെ പോയി കിടക്കാം? ഞാനിവിടെ ഉണ്ടായിരുന്നു അമ്മേ, പഠിക്കായിരുന്നു. അമ്മേ, ഒരു ഡൗട്ട്. ചോദ്യം ചോദിക്കുമ്പോ ആദ്യം ഡിട്ട് വെച്ച് തുടങ്ങണോ അല്ലെങ്കിൽ ഹാസ് വെച്ച് തുടങ്ങണോ? ആദ്യം കഞ്ഞി വെച്ച് തുടങ്ങട്ടെ. ഞാനൊക്കെ പഠിക്കുമ്പോ ഇത്രയും ഡിഡില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ ചോദ്യങ്ങള് മനുഷ്യന് നാണം കൊടുത്തോളൂ. ദേ അങ്ങനോട് ചോദിക്കും. ഞാൻ പഠിക്കുമ്പോ ഡിഡേ ഉണ്ടായില്ല. ഡിഡ അത് നോക്കേ, ട്യൂഷൻ ടീച്ചർ പറഞ്ഞാലോ. അപ്പ എന്താ എഴുതണേ? പൊന്നൂസേ, അപ്പൻ നമ്മുടെ പെരുന്നാളിന് കളിക്കാനുള്ള നാടകം എഴുതാണ്. അപ്പൊ പിന്നെ ഈ പെരുന്നാൾ നാടകമായി. പൊന്നൂസേ, ദേ അപ്പാപ്പൻ വിളിക്കണം, ചെല്ല്. അപ്പാപ്പ. മോനാലോഷി, അമ്മ എന്താ എത്ര വൈകുന്നേ? ഇപ്പൊ വരാന്ന് പറഞ്ഞ് കുർബാനയ്ക്ക് പോയതാണ്. അമ്മ വരും. അപ്പനോടെ ഇരിക്കും. അപ്പം മരുന്ന് കഴിക്കണോട്ടോ. മോനെ, നീ വരുമ്പോ അപ്പന് പൊരി വാങ്ങിക്കൊണ്ടുവരുമോ? നിന്റെ അമ്മച്ചിക്ക് കൊടുക്കാനാ. അവൾക്ക് പൊരി എന്തിഷ്ടാണെന്നോ. എല്ലാ പെരുന്നാളിനും ബാൻഡ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ അവൾക്ക് കൈ നിറയെ പൊരി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. ഞാൻ കൊണ്ടുവരാപ്പാ. അപ്പനെവിടെ ഇരിക്കും. ജൂബിലി വർഷം, അനുഗ്രഹ വർഷം, ഹൃദയം നിറയെ നന്ദി നിറയും പുണ്യോത്സവം. അച്ഛ പറഞ്ഞ ഞാനെവിടെ ഉണ്ട്. നാടക ബുദ്ധിമുട്ടുള്ളതെല്ലാം തീർന്നു. ഇനി പ്രയാസമുള്ളതേ ഉള്ളൂ. ശരി അച്ഛാ, ഞാൻ എപ്പോ പള്ളിയിലേക്ക് വരാം. എൽസമ്മേ, ദേ ഞാനിങ്ങ് ഇറങ്ങാം. പൊന്നൂസേ, ദേ അപ്പാപ്പനെ തനിച്ചാക്കി എങ്ങും പോരുന്നിട്ടാ. ഇല്ലപ്പാ. ഞാൻ വരുമ്പോ 5 മിഠായി മേടിച്ചുകൊണ്ട് വരാട്ടാ. ഓക്കെ, ടാറ്റ. ടാറ്റാ. അപ്പാ മരുന്ന് കഴിക്കും.